വണ്ടി കംപ്ലൈൻറ്റ് ആയിട്ടാണ്. കംപ്ലൈൻറ്റ് ആയപ്പോൾ നമ്മൾ ദർഗയ്ക്ക് ഏകദേശം 1 കിലോമീറ്റർ വരുന്നുള്ളൂ. അവിടേക്ക് നമ്മൾ ഒരു പയ്യൻ്റെ വണ്ടി വിളിച്ചു പോയി. അപ്പോൾ ഓന് 150 ഉറുപ്പ്യാണ് ചോദിക്കണത്. ജെസ്സിനും കുട്ടീനാണ്ട് ദർഗേൻ്റെ ആണ്ട് ആക്കാൻ പോയതാട്ടാ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വാടകങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണ്. വണ്ടിയുടെ ആക്സിൽ പൊട്ടിയപ്പോഴാണ് നമ്മൾ തൽക്കാലം വിളിച്ചത്. ഞാൻ കാണിച്ചു തരാം, ആളെ കാണിച്ചു തരാം. ഓന് മലയാളം അറിയില്ല, അപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. 150 ഉറുപ്പ്യാന്നാണ് പറഞ്ഞത് അവിടെ എത്തിയപ്പോൾ. ആകെ 1 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ, കൂടുതൽ ദൂരമൊന്നുമില്ല. അപ്പോൾ കിത്തന 150 കിത്തന കിലോമീറ്റർ 100. നമ്മളെ വണ്ടി ആക്സിൽ ഊരി ചാടിയിട്ട് കുടുങ്ങി കിടക്കണം ഇവിടെ. ഇങ്ങനെ മെയിൻ റോഡിലാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഇവിടെ വന്നിട്ട് ഫോൺ നമ്പർ തരാനിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ നിർത്തിയിട്ട് നമ്മൾക്ക് മെക്കാനിക്ക് നമ്പർ തരാനിട്ട് മൂപ്പർക്ക് വിളിക്കണേ. അതേ ഇങ്ങനെ മൊത്തം ഊരി ചാടിക്കണേ. അവിടെ ആക്സിൽ ഊരിക്കണം. ആക്സിൽ എന്നാണ് നമ്മൾ മാറ്റിയാണ്. ഈ ഒരു സാധനമാണ് കേട്ടോ പൊട്ടിച്ചാടിയത് ആദ്യം. പിന്നെ ഇത് ആദ്യം പൊട്ടിച്ചാടി, പിന്നെ ആക്സിലുണ്ട് ഊരിച്ചാടി. അതാണ് സംഭവം ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ ഇത് കുടുക്കി കഴിഞ്ഞാൽ ആക്സിലിന് പ്രശ്നമില്ല, ഇത് കുടുക്കി കഴിഞ്ഞാൽ ഇനി പോകാൻ പറ്റുള്ളൂ. ഇത് തോന്നുന്നു അതിൻ്റെ മേലെ നിന്നുള്ള നെറ്റ് ബോൾട്ട് പോയതാണ് തോന്നുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഇവിടെ നെറ്റ് ബോൾട്ട് എന്തോ വരുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിമൊക്കെ സ്ക്രാച്ച് ആയിട്ടാണ്. അടുത്ത് റോട്ടിലാണെന്നുള്ളതാണ് കേട്ടോ. കാണി ഞാൻ ഇവിടുന്ന് കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഇത്രയും റോഡ് സൈഡിൽ സെൻറ്ററിൽ ഇങ്ങനെ നിർത്തിയിട്ടും ആകെ വന്നു നോക്കിയ 2 ഓട്ടോറിക്ഷക്കാരാട്ടാ. പിന്നെ ആ കാരനും ആദ്യം നമ്മളെ കൊണ്ടുപോയ ഓട്ടോറിക്ഷക്കാരില്ലേ, ഓനും വന്നുകാണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ഓൻ പിന്നെ നമ്മൾ അത് ഇറക്കി കൊണ്ടുപോയാക്കി. പക്ഷേ ഓന് നമ്മളോട് 150 ഉറുപ്പ്യ പറഞ്ഞേക്ക് ഭയങ്കരതായി. പിന്നെ വേറൊരു ഓട്ടോറിക്ഷക്കാരനാട്ടോ വന്നത്. ബാക്കിയുള്ളവരൊക്കെ നോക്കുക പോവുക ഇങ്ങനെയാണ്, വേറെ ഇടപാടുകളൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിച്ചു കൊണ്ടത്. ആ ഒരു വിഷമം മനസ്സിലേക്ക് വരികയാണ്. ഭയങ്കര സങ്കടമായിട്ടോ. പെരും വെയിലാണ്, ഒരാളും മനുഷ്യന് തിരിഞ്ഞു നോക്കണില്ല. ഞാൻ ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട്. എന്താല്ലേ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു പഞ്ചറായ മതി ഒരു വണ്ടി. എത്ര ആൾക്കാർ ചെന്ന് നോക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറിൻ്റെ മേലെയായി. ആകെ 3 ആളാണ് തിരിഞ്ഞു നോക്കിയത്. ഒരു കാരനും 2 ഓട്ടോറിക്ഷക്കാരനും. ബാക്കിയൊക്കെ നോക്കുക പോവുക, അതാണ് പരിപാടിട്ടാ. ഇങ്ങനെ നോക്കണതാണ് ആ പോടവും കാണാം, വേറെ ഒന്നുമില്ല. കണ്ടില്ല, അവനാൻ്റെ കാര്യങ്ങൾ കഴിച്ചിട്ടുള്ള ജീവിതമാട്ടാ പുറം ലോകത്തൊക്കെ. എന്നാൽ തന്നെ ഇവിടെ വന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശ് നമ്മളെ കേരളത്തിൻ്റെ ഏകദേശം രൂപമാണെന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതല്ല മക്കളെ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നടു റോട്ടിലാണ് വണ്ടി എടുക്കണേ. ഒരു കാരന് വർഷാപ്പത്തെ നമ്പർക്ക് വിളിച്ചിട്ടുണ്ട്. അയാൾ വരും എന്ന് വിചാരിക്കണേ. അയാൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യണേ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും നോക്കണം. ഒന്നുകൂടി വിളിച്ചോണം. നമ്പർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കി, ഒരാളെ തിരിഞ്ഞു നോക്കണ പോലില്ല. നമ്മൾ തിരിഞ്ഞ് നോക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പറയണല്ലോ കേട്ടോ. ഇനി പോയി നോക്കിച്ചിട്ട് പ്രത്യേകിച്ച് കിട്ടാനൊന്നുമില്ല. വർഷപ്പേരൻ്റെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ വർഷപ്പേരൻ വന്ന് നേരെയാക്കാനല്ല, വേറെ പണിയൊന്നുമില്ല, അല്ല വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. എന്നാലും ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ എന്താടാ ഏതാടാ എന്നുള്ള ചോദ്യം. നമ്മളെ നാട്ടിലാണെങ്കിൽ എന്നുള്ള നമ്മൾ ആശിച്ചു പോവാണ്. ഒക്കെ നോക്കുക പോവുക, വേറെ ഒരു പരിപാടിയില്ല. വർഷാപ്പിൽ നിന്നേ ആള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുമാണ്. അതുകൊണ്ട് തണലത്തേക്ക് നിന്നാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളവിടുത്തെ വർഷാപ്പ് വിളിച്ചപ്പോൾ ആക്സിൽ കാര്യങ്ങളൊന്നും മാറ്റണ്ട, അത് കുടിക്കാൻ മതി പറഞ്ഞേ. അപ്പോൾ അത് കുടിച്ചാൽ മതി. കാരണം നമ്മൾ കുറച്ച് മുന്നേ മാറ്റിയതാണ്. ഏകദേശം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് മാറ്റിയിട്ടാണ് നമ്മൾ ഇറങ്ങിക്കുന്നത്. എന്തുകൊണ്ട് ഊരി ചാടിയെന്ന് ഒരു ഐഡിയ ഇട്ടില്ല. അപ്പോൾ അത് മാറ്റാനൊന്നുമില്ല. വർഷാപ്പ് വിളിച്ചപ്പോൾ അത് പക്കായിട്ട് ഇവിടെ നിന്ന് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കുടിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ സെറ്റായി, വേറെ പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ ആക്സിൽ ഇതൊക്കെ മാറ്റാൻ വിചാരിച്ചിട്ടോ അയാൾ. 10-75 ദിവസത്തെ യാത്രയിൽ ഇന്നാണ് കേട്ടപ്പോൾ ഇങ്ങനെ നടു റോഡിൽ നിൽക്കണേ. എന്താ പറ്റിയെന്ന് അറിയില്ല. നല്ല റോഡാണ്, കട്ടറൊന്നും ചാടിയിട്ടില്ല, അവിടെ ഊരി ചാടി. അപ്പോൾ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ഫോൺ വിളിച്ചതിൻ്റെ ശേഷം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ആൾ വന്നിട്ടുണ്ട്. എന്താണ് അങ്ങനെ ആദ്യം ടയർ അയച്ചെടുക്കണം കേട്ടോ. അങ്ങനെ എനിക്ക് എന്തോ ഒരു സാധനം വേണം കേട്ടോ. പോണ ആള് അവിടെ പോയിട്ട് വരുന്നുണ്ട്. എന്നോട് പറയാനും വെച്ചാ ചോദിച്ചു നോക്കാൻ. എനിക്ക് അറിയില്ലല്ലേ, ഇപ്പം ഭാഷ അറിയില്ലല്ലോ, ഹിന്ദിയും കുറച്ചല്ലേ അറിയുള്ളൂ. അങ്ങനെ നിൽക്കാൻ ഇനി സ്പാനർ എന്തെങ്കിലുമാണെങ്കിൽ നമ്മളെ വണ്ടിയിലുണ്ട്, നോക്കാം. അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ
അങ്ങനെ നമ്മൾ നേരാക്കിയിട്ട് പോന്നിട്ടാ. 1500 റുപ്യയായി നേരാക്കാൻ. അത് നേരാക്കാൻ എത്രയെന്ന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയെന്നൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കിട്ടാ. എന്തായാലും നമ്മുടെ നാടല്ലല്ലോ, പുറത്തല്ലേ. പിന്നെ നമ്മൾ വീഡിയോ ചിത്രീകരണം